ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ റീബർട്ട് ആരൂട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്ന ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്നതാണ്. ഓക്കെ, സോ നമ്മൾക്ക് നോക്കാം. ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരിക്കാം, എന്താണ് അവർക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, അവരുടെ ഒരു ഫീലിങ്സ് എന്താണ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ഒരു പൈൽ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിയും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക. എനിക്ക് ഒരുപാട് കോൾ വരുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം, ഞാൻ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് പൈൽ പോസിറ്റീവായിട്ടിരിക്കുക. നമ്മൾക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ദ ഹെറോഫൻ കിട്ടിയിട്ടുണ്ട്, 5 ഓഫ് സോഡ്സ്, പേജ് ഓഫ് കപ്സ്, 6 ഓഫ് സോഡ്, 4 ഓഫ് വാൺസ്, പേജ് ഓഫ് വാൺസ്, ദ എംപറർ, അതേപോലെ തന്നെ 9 ഓഫ് പെൻറ്റിക്കിൾ, 10 ഓഫ് സോഡ്സ്, അതേപോലെ 7 ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത് 10 ഓഫ് കപ്സ് ആണ്. സോ നമ്മൾക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒന്നും മിണ്ടാതെ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാതെ നിൽക്കുന്നൊരു സിറ്റുവേഷനിലാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വാക്കുതർക്കങ്ങളോ പ്രശ്നങ്ങളോ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരിക്കാം. ഈ ഒരു കണക്ഷൻ ഇനി മുന്നോട്ടേക്ക് പോകില്ല എന്നുള്ളതിനെ പറ്റിയിട്ട് പറഞ്ഞു നിർത്തിയതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു വഴക്ക്, വാക്കുതർക്കങ്ങൾ, പ്രശ്നങ്ങൾ മേ ബി തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട് അടുത്ത സമയത്തായിട്ട്. വേറൊരു തേർഡ് പേഴ്സൻ്റെ എനർജി കാരണം, അത് മേ ബി ഫാമിലി ആയിരിക്കാം, വേറൊരു പേഴ്സൺ ഇടയ്ക്ക് വന്നതായിരിക്കാം. അങ്ങനെ ഒരു തേർഡ് പേഴ്സണെ പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്കായതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കാനുള്ള ഒരു ചാൻസ് ഇവിടെ വളരെ കുറവാണ്. എന്നാലും അവരുടെ ഫീലിങ്സ് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഇപ്പോഴും ഈ ഒരു വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട്. എത്ര വഴക്കുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ഈ ഒരു പേഴ്സണ് നിങ്ങളടുത്ത് ഭയങ്കര ഒരു ഇഷ്ടമുള്ളതായിട്ടും ഇപ്പോഴും ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഉള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കണം, ഈ ഒരു പ്രശ്നമെല്ലാം മാറി പഴയതുപോലെ ആകണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ വേറെ റിലേഷനിലോ കാര്യങ്ങളിലോ അങ്ങനെയൊന്നും പോകുന്നതിനോട് ഈ പേഴ്സണ് താല്പര്യമില്ല. അതേപോലെ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യും, എന്തൊക്കെ വന്നാലും ഈ വ്യക്തിയെ കളഞ്ഞിട്ട് പോകില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യും എന്ന് ഈ ഒരു പേഴ്സണ് നല്ല രീതിയിൽ അറിയാം. ആൻഡ് ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. സ്ട്രോങ്ലി മാനിഫേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഒരു മാറ്റം, അല്ലെങ്കിൽ ഇത്രയും ഇഷ്ടമുള്ള ഈ ഒരു പേഴ്സൺ, ഓക്കെ, നിങ്ങൾ എത്രത്തോളം ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ട്, അപ്പോൾ അത് പുറത്ത് പ്രകടിപ്പിക്കാനും തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരാനുമുള്ളൊരു ചാൻസ് ഉണ്ട്. കുറച്ചൊരു ഈഗോ ഉള്ളൊരു പേഴ്സണാണ്. ആ ഒരു പേഴ്സൺ പറയുന്ന സൈഡ് ജയിക്കണം എന്നൊരു മെൻറ്റാലിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ലൈഫിലൊരു പാഷനുള്ള വ്യക്തിയാണ് പല കാര്യങ്ങളോടും. സോ അതിനനുസരിച്ച് ജോലിയിലാവട്ടെ ഒരു മാറ്റം, സ്ഥിരതയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിലരുടെ കേസിലൊരു മാറ്റമാണ് ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അത് ജോലിയിലായിരിക്കാം, വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറുന്നതിനെ പറ്റിയിട്ടായിരിക്കാം, ഒരു കല്യാണത്തെ പറ്റി, ഇപ്പോൾ കല്യാണം കഴിക്കാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു മാരേജിനെ പറ്റിയിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഈ ഒരു പേഴ്സൺ അവിടെ ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി, മാരേജിൻ്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്നൊരു മൈൻഡ് ഈ ഒരു പേഴ്സണ് വരുന്നുണ്ട്. പക്ഷെ അതൊരു ആക്ഷനിലേക്ക് വരുന്നില്ല. ആക്ഷനിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ്ലി മാനിഫേസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചിലരുടെ മാത്രം കേസിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഒരു ടോക്സിക് എന്ന രീതിയിൽ തന്നെ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേറൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു പേഴ്സൺ കാരണം, ഈ റിലേഷൻഷിപ്പ് കാരണം പലപ്പോഴും മെൻ്റലി ഡൗൺ ആയിട്ടുള്ളൊരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൺ സത്യം പറഞ്ഞാൽ നിങ്ങളുമായിട്ട് നല്ലൊരു ഹാപ്പി ഫാമിലി
മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നതാണ് ഇപ്പോഴും. എത്രയൊക്കെ വഴക്കുണ്ടായി അതെന്തുമായിക്കോട്ടെ പാസ്റ്റ്, അതെന്തുമായാലും ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മെജോറിറ്റി ഒരു 70% ആൾക്കാർക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു ഫ്യൂച്ചർ സന്തോഷവും സമാധാനവുമായിട്ട് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകണം, ജീവിക്കണം എന്നത് മാത്രമാണ് ആഗ്രഹം. പക്ഷേ അതിലേക്കൊരു ആക്ഷനിലേക്ക് എത്തിപ്പെടാൻ തേർഡ് പാർട്ടി അനുവദിക്കുന്നില്ല. സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്, നിങ്ങളെ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു എനർജി വന്ന് നിൽക്കുന്നത്. നിങ്ങൾ മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇവിടെ ഈ ഒരു പേഴ്സൺ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് ഇവിടെ കൂടുതലാണ്. ഓക്കെ, ആൻഡ് വേറെ ആരുടെടുത്തും ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. ആൻഡ് ഈ ഒരു പേഴ്സണൽ ലൈഫിൽ വരും മാസത്തിൽ തന്നെ ഒരു 4 വീക്സ് 4 മന്ത്സിലൊക്കെ തന്നെ ക്യാഷ് വേസ് സ്റ്റെബിലിറ്റി, ജോലിയിൽ ഒരു മാറ്റം നോക്കുന്നവരാണെങ്കിൽ ഒരു മാറ്റം വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. എബ്രോഡൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ വീണ്ടും വീണ്ടും ഓർക്കുകയും മേ ബി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെയും മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെയും ആയിരിക്കാം നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് വേണ്ടാന്ന് വെച്ചിട്ട് പോകാൻ ഈ ഒരു പേഴ്സണെ കൊണ്ട് സാധിക്കുന്നില്ല എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, കോണ്ടാക്റ്റിലില്ല, ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒന്നും സംസാരിക്കാനോ മിണ്ടാനോ ഒന്നും തയ്യാറാകുന്നുണ്ടായിരിക്കില്ല. എന്നാലും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെപ്പറ്റി ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി ആ ഒരു പേഴ്സണ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പോഴും എന്തൊക്കെ വന്നാലും നിങ്ങൾക്ക് ഒരു സ്ഥാനം ആ ഒരു പേഴ്സൻ്റെ മൈൻഡിലുണ്ട്. നിങ്ങൾ വേറെ ആരുമായിട്ടും റിലേഷൻഷിപ്പിന് ഒന്നും പോകില്ല, അല്ലെങ്കിൽ എപ്പോഴും എത്ര വെയിറ്റ് ചെയ്യണം, എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യും എന്നും ഈ ഒരു പേഴ്സണ് നല്ല രീതിയിൽ അറിയാം. സോ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരു ചാൻസ് ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഒരു പേഴ്സൺ വിട്ടിട്ട് പോയിട്ടില്ല, ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് സ്റ്റിൽ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഇവിടെയുണ്ട്, അത് സാധിക്കട്ടെ. സോ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്, അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് പൈൽ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. പേജ് ഓഫ് പെൻറ്റിക്കിൾ, 5 ഓഫ് കപ്സ്, 9 ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട്, കിങ് ഓഫ് സോഡ്സ്, അതേപോലെ തന്നെ 5 ഓഫ് വാൻസ്, 9 ഓഫ് കപ്സ്, ദ സൺ കാർഡ്, 10 ഓഫ് വാൻസ്, ദ എംപ്രസ്, കിങ് ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് പേജ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ പേഴ്സൺ കറൻ്റ്ലി ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. മേ ബി ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ പ്രപ്പോസലോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കാം. നിങ്ങൾ തമ്മിൽ അടുത്ത സമയത്തായിട്ട് വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി ഇതിൽ ഒരു സെപ്പറേഷനാണ്. ഈ ഒരു സെക്കൻഡ് പൈലിൽ ഒരു 95% ആൾക്കാരും ഒരു സെപ്പറേഷനിലാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിൽ പല ഇഷ്യൂസും വാക്ക് തർക്കങ്ങളും, അല്ലെങ്കിൽ പഴയതുപോലെ നിങ്ങൾക്ക് സംസാരിക്കാനോ മിണ്ടാനോ കഴിയാത്തൊരവസ്ഥ ഇവിടെ കാണാൻ പറ്റുന്നു. രാത്രി സമയങ്ങളിലൊക്കെ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. എവിടെയോ പഴയ ആ ഒരു കണക്ഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നീ ഒരു പേഴ്സണ് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മിണ്ടുന്നുണ്ടെങ്കിൽ പോലും പഴയ ആ ഒരു കണക്ഷനും കാര്യങ്ങളും ആ ഒരു അറ്റാച്ച്മെൻറ്റ് എവിടെയോ കുറഞ്ഞിരിക്കുന്നു എന്നീ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നു. പലപ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന അത്രയും ഒരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു പേഴ്സണ് ഇപ്പോൾ ഈ ഒരു കണക്ഷനും ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നില്ല. നേരത്തെ എന്തുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സംസാരിച്ചു കഴിഞ്ഞാലോ ആ ഒരു പേഴ്സൺ ഒരു പോസിറ്റീവ് എനർജി, എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ആ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നില്ല. കുറച്ചൊരു നെഗറ്റീവായിട്ട് ഡൗൺ ആയിട്ട് എന്തോ റിലേഷൻഷിപ്പിൽ ഒരു നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. മേ ബി ഒരു ബ്ലാക്ക് മാജിക് ആയിരിക്കുമോ എന്നൊക്കെ ഒരു പേഴ്സൺ ചിന്തിച്ചു വരുന്നു. ഓക്കെ, ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഇനി ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നു. മേ ബി ആ ഒരു പേഴ്സണായിട്ട് തന്നെ ആയിരിക്കാം പല ഇഷ്യൂസും ഉണ്ടാക്കി വാക്ക് തർക്കങ്ങളിലും, അല്ലെങ്കിൽ നിർത്താം എന്ന രീതിയിൽ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് പറഞ്ഞ് നിർത്തിയിട്ടുള്ളൊരു കണക്ഷൻ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഒന്നിലധികം പേർ ഈ ഒരു കണക്ഷനിൽ ഇൻവോൾവ് ചെയ്തതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. മേ ബി ഫാമിലി അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ സ്ട്രോങ് ആണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഓക്കെ, സോ സ്റ്റിൽ ഈ ഒരു പേഴ്സൺ പഴയ രീതിയിൽ തന്നെ ആ ഒരു അറ്റാച്ച്മെൻറ്റ്, നിങ്ങളിടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും വാക്ക് തർക്കങ്ങളും മനസ്സിലുണ്ടായിട്ടുള്ള ഒരു പെയിൻ കാര്യങ്ങളെല്ലാം തന്നെ മാറി അതെല്ലാം ഹീലായി ഒരു പുതിയ തുടക്കം ഇതിൽ വേണമെന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
സോ ഇതിൽ മുന്നോട്ടേക്ക് അങ്ങനെ എല്ലാം ഹീലായി രണ്ടുപേരും ഒരു പുതിയ തുടക്കത്തിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നിങ്ങൾ സ്ട്രോങ്ലി മാനിഫേസ്റ്റ് ചെയ്യുക, എഴുതിയിട്ട് മാനിഫേസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. വിഷ്വലൈസ് ചെയ്യുക. സോ അതിനനുസരിച്ച് ഒരു റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും. ഇവിടെ ഒരു ചീറ്റിംഗ് എനർജിയോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. എവിടെയോ ആ ഒരു അറ്റാച്ച്മെൻറ്റ് നഷ്ടപ്പെട്ടു, അത് തിരിച്ചു വേണമെന്നതാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഭയങ്കര ബേർഡനായിട്ടും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ എന്ന രീതിയിലും ഈ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. ആൾ ശരിക്കും പറഞ്ഞാൽ ഒരു പാവമാണ്. ഇവിടെ കിങ് ഓഫ് കപ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സ്നേഹിക്കാനും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ എല്ലാം ഹെൽപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് എനർജിയോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു സെക്കൻഡ് പൈയിൽ കാണാൻ സാധിക്കുന്നില്ല. തേർഡ് പാർട്ടിയും നിങ്ങളുടെയും ഇടയിൽ കിടന്ന ഈ ഒരു പേഴ്സൺ ഒരുപാട് കഷ്ടപ്പെടുന്നൊരവസ്ഥയാണ്. മേ ബി തേർഡ് പാർട്ടി ഫാമിലി ആയിരിക്കാം. സോ അങ്ങനെ ഒരു എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ നിൽക്കുകയാണ്. ഓക്കെ, സോ ഒരു ഫെമിനൈൻ എനർജിയും തേർഡ് പാർട്ടിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് ആ ഒരു പഴയ ഒരു കണക്ഷൻ തിരിച്ചു കൊണ്ടുവരണം, അത് തിരിച്ചെടുക്കണം, പഴയതുപോലെ ആകണം എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. രാത്രി സമയത്തൊക്കെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെപ്പറ്റി കൂടുതലായിട്ടും ചിന്തിക്കുന്നത്. ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞു പോയ മാസങ്ങളിലെല്ലാം തന്നെ ഒരുപാട് ഇഷ്യൂസ് നിങ്ങൾ രണ്ടുപേരും ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രോമ ഇതിലുണ്ടായിട്ടുണ്ട്. പാസ്റ്റ് ലൈഫ് ട്രോമ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ എന്തോ സംതിങ് സ്പെഷ്യൽ എന്ന രീതിയിൽ തന്നെ ഒരു പേഴ്സണ് ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ് ഈ ഒരു സെക്കൻഡ് പൈലിൽ മെജോറിറ്റി ആൾക്കാരും. ഓക്കെ, സോ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നു. പഴയ ആ ഒരു കണക്ഷൻ തിരിച്ചു വേണമെന്ന് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നു. മേ ബി ഈ ഒരു പേഴ്സണായിട്ടായിരിക്കും പറഞ്ഞു നിർത്തി പോയിട്ടുണ്ടാവുക. തിരിച്ചു വരണം, എങ്ങനെ തിരിച്ചു വരാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ പഴയതുപോലെ ആകാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. സോ നിങ്ങൾ സ്ട്രോങ്ലി മാനിഫേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അധികം ലേറ്റ് ആവാതെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഒരു ആക്ഷൻ ഉണ്ടാകുന്നതാണ്. വേറെ എന്തൊക്കെ ഒരു പേഴ്സൺ ഉണ്ടെങ്കിലും നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നതാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ വില ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് വരുന്നൊരു ടൈമാണ്. സോ നിങ്ങളൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുക അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഒരു റിസൾട്ട് കിട്ടുകയില്ല. കാരണം ഡേ ബൈ ഡേ ഈ ഒരു പേഴ്സണ് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ എത്രത്തോളം വാല്യൂ ഉള്ളതായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ സിൻസിയറായിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്, ഒരിക്കലും ഈ ഒരു കണക്ഷനിൽ ഒരു നഷ്ടപ്പെടുത്തൽ ഉണ്ടാക്കരുതായിരുന്നു എന്നൊരു തോന്നൽ ആ ഒരു പേഴ്സണ് ഡേ ബൈ ഡേ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ റിലേഷൻഷിപ്പിനെ ഇനിയൊരു റീകൺസിലേഷൻ നടക്കുന്ന സമയത്ത് സ്ട്രോങ് ആക്കും. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യരുത് എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ റിലേഷൻഷിപ്പിലൊരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷനൊക്കെ വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ സിൻസിയറായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും, അല്ലേ? സോ അതാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യേണ്ട. യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക, സ്ട്രോങ്ലി മാനിഫേസ്റ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്കൻഡ് പൈലിൽ എനിക്ക് പറയാനുള്ളത്. സോ ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പേഴ്സണൽ ട്രേഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക. എനിക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം തന്നെ സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ടേക്ക് കെയർ, ബൈ.